ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുസാ മീഡിയയ്ക്ക് സാധ്യത. നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൈഡർ ഉണ്ടാക്കാനാണ്. വീട്ടിൽ PVC പൈപ്പ് വെച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇതിൻ്റെ ഫ്ലൈയിങ് ടെസ്റ്റ് ഫസ്റ്റ് കാണാം, എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഫ്ലൈയിങ് ടെസ്റ്റ് ഫസ്റ്റ് കണ്ടിട്ട് ഒരു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് ഏകദേശം 2-3 പ്രാവശ്യം പറപ്പിച്ച് നോക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഞാനിത് പറപ്പിച്ച് നോക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് പറത്ത് വിടാൻ പോവുകയാണ്. ഇത് വന്ന് വീഴുന്നത് അവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു PVC പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ 2 സൈഡും വെറുതെ ലെവലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ചരിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ബാക്ക് വശത്ത് ശരിക്കും ചരിച്ച് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ചരിച്ച് ഇതിലൊരു കട്ടും പിന്നെ മുകളിൽ നേരെ ഒരു കട്ടുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ഇത് കണ്ടോ, ഇതേപോലെ വെറുതെ ഇങ്ങനെ ഷേപ്പിൽ ഇതാക്കി എടുത്ത് ഇതിൻ്റെ പകുതി നീളത്തിലായിട്ട് എടുത്തിരിക്കുന്നത്. പകുതി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ബാക്ക് വശം ഏകദേശം കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പൊങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും ഇത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. വെറുതെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് പകുതി ഇങ്ങനെ ഇതാക്കിയിട്ട് പകുതി ഇങ്ങനെ ഇട്ടു. ഇതേപോലെ നിങ്ങൾ എടുത്താൽ മതി. ഇതിന് നല്ല ഉയരം ഉണ്ടാവുന്ന അനുസരിച്ച്, ഉയരം പൊങ്ങുന്നത് കൂടുന്ന അനുസരിച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു വലിയ കാർഡ്ബോർഡ് പീസിൽ ഇതിൻ്റെ മുഴുവൻ ലെങ്ത്തിലൊരു ഇത്രം, ഏകദേശം ഇത്രം ഹൈറ്റിൽ ഒരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ ഇതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫുൾ ലെങ്ത്തിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഇത് ഞാൻ ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ വേറെ കാര്യം പറയാം, ഇത് മുഴുവൻ ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെ കാരണം അതിൻ്റേതായ പറക്കുന്നതിലും എല്ലാത്തിലും പരിമിതികൾ ഉണ്ടാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഏകദേശം ഇങ്ങനെ ഒരു കർവ് ഷേപ്പ്, ഇത് കണ്ടോ, ഇതിൻ്റെ പോലെ ഈ 2 സൈഡും കർവ് ഷേപ്പ് കൊടുത്തെടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഞാൻ ഇങ്ങനെ കർവ് ഷേപ്പിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ പേരിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ തന്നെ ഡിസൈൻ ആയതുകൊണ്ട് അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗ്ലൈഡർ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇത് നേരെ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടേക്കണ ഹോള് കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അപ്പോൾ അത് കയറ്റി വെച്ചെടുക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഞാൻ ഏകദേശം ഇതേപോലെയാണ് ഇത് ബാക്ക് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലെയും ഇതും ഇതേപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. അതേപോലെ ഈ സാധനം അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതായിട്ട് നമ്മൾ ഹോൾ ഇട്ടേക്കണമുണ്ട്. ഇവിടെയും പിന്നെ ഇവിടെയും ഇത് കയറ്റി വെച്ച് കൊടുത്തെടുക്കാം. ഇതിങ്ങനെയും മുകളിൽ ഇത് ഏകദേശം ഇങ്ങനെയുമാണ് ഞാനിപ്പോൾ കയറ്റി വെച്ചെടുക്കുന്നത്. കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഏകദേശം ഒരു ഗ്ലൈഡർ പോലെ തന്നെ കാണാനുണ്ട്. കണ്ടോ. ഇനി ഇത് നമുക്ക് പറത്തി നോക്കുന്നതിന് മുമ്പ് ചെറിയ പണിയും കൂടെ ചെയ്യാനുണ്ട്. പിന്നെ ചെയ്യേണ്ട പണി ഏകദേശം ഇതിങ്ങനെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഒന്നിലിങ്ങനെ കെട്ടി വെക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേബിളായിട്ട് വെക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയത് ഇപ്പം ഉണ്ടാക്കിയതാണിത്. പറത്തി നോക്കാം. നമ്മൾ പറത്തി നോക്കാൻ പോവുകയാണ്. സാധനം ഞാൻ കണ്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മര്യാദക്ക് പറത്തണ കാണിക്കാൻ വേണ്ടി നമുക്കൊരാൾ വരേണ്ട ആവശ്യമുണ്ട്. റിയാൻ, എൻ്റെ അനിയൻ, അവനാണ് ക്യാമറമാനാണെന്ന് അവന് പറയുകയും ചെയ്യണം. എപ്പോഴും ക്യാമറ പിടിക്കുന്ന വന്നിട്ട് ഞാനുമാണ്, ഞാൻ തന്നെയാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ മര്യാദക്കൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ 2-3 പ്രാവശ്യം പറത്തി നോക്കിയപ്പോൾ അധികം സ്റ്റേബിൾ ആകുന്നില്ല. ഒന്നാമത്തെ കാര്യം അത് കാണിക്കാൻ ക്യാമറമാനും ഇല്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ഇനിയെങ്കിലും പറത്തി നോക്കി. ഇപ്പം ഇങ്ങനെ വെച്ച് സ്റ്റേബിൾ ആവുമെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം ഏകദേശം സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇത് പൊങ്ങി പോകണം അതിൻ്റെ. പക്ഷേ അത്ര ഇതില്ല ഇതിന്. ഇങ്ങനെ ഇതായാൽ പോണേ, ചുറ്റിക്കറങ്ങി നമുക്ക് മര്യാദക്ക് ഇതാക്കി ഒന്ന് വിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയെങ്കിലും മര്യാദക്ക് പൊങ്ങുമെന്ന് നമുക്ക് നോക്കാം. എത്തുന്നില്ല, അത്യാവശ്യം അങ്ങടെ പോയി വീണേ. ക്യാമറ ക്യാമറ ട്രൈപോഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ട്രൈപോഡ്. ഫ്രണ്ട്സ്, ഏകദേശം നമ്മൾ ഇനി പറത്താൻ പോവുകയാണ്. കറങ്ങി ക്യാമറ അത് എടുത്തുങ്ങടാ കയ്യിലേക്ക് ഇട്ടോ. അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഉണ്ടാക്കണ ഒരു കാണിച്ചു കൊടുത്തിട്ടാണ്. ഞാൻ കണ്ടില്ല.
പിന്നെ കുഴപ്പമില്ല, പിള്ളേരെ പറ്റിക്കാൻ നല്ലതാണ്, കളിപ്പിക്കാനല്ലേ. എൻ്റെ അനിയനെ പോലെയുള്ള പിള്ളേരെ പറ്റിക്കാനല്ല, ഓടിച്ച് തകർന്നാ പോയി. ഇനി ക്യാമറ പിടിക്കാൻ അറിഞ്ഞൂടാ കാരണം കിട്ടി കാണില്ല. ഇങ്ങോട്ട് ഉണ്ടാവുന്നു. ക്യാമറ കൊടുത്ത് ഉറപ്പായിട്ടും ശരിയായിട്ടില്ല. ഇപ്പൊ പണിയായിട്ട് വർക്കല്ല. ഇവന് ക്യാമറ പിടിക്കാൻ അറിഞ്ഞൂടാന്ന് ഒന്നാമത്തെ. അത് അവിടെ താഴെ വീണ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവനെടുത്താ സ്റ്റെബിലിറ്റിയൊക്കെ പോയ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഇങ്ങനെ വന്നാണ് ഇത് വീഴാണ്. എന്താ പറക്കണ്ടെങ്കിൽ പറക്കാനാണ് രീതിയിൽ ഞാൻ കുറച്ച് പൊട്ടിപ്പോയാണ്, ഏകദേശം തകർന്നു തുടങ്ങിയത്. ബാക്കിലെ സാധനമൊക്കെ പൊട്ടിയായിരുന്നു. എല്ലാം പോയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വർക്കിംഗ് അല്ല, ഫെയിൽ എന്ന് പറയാല്ലേ. ഇത് കിട്ടിയില്ല. ഇപ്പൊ കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഏകദേശം ഇങ്ങനെയായി. ഏകദേശം ഇതിന്റെ സ്റ്റെബിലിറ്റി പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് ഫെയിലാണെന്ന് പറയാം. എന്നാ നീ പറത്തി നോക്ക്, നിങ്ങൾക്ക് കണ്ടവർക്കും അറിയാം ഇത് ഫെയിലായിരിക്കും എന്ന്. ഇല്ല സക്സസ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എറിഞ്ഞോ? ഞാൻ കണ്ടുപോലുമില്ല. വീടണ ഒന്നാ വീട്. എൻ്റെ മേത്തേക്കൊന്ന് ജസ്റ്റ് മിസ്റ്റ്. വീട് വീട് നമ്മുടെ ട്രൈപ്പോഡ് ഇരിക്കണുണ്ടോ? കണ്ടാൽ പറയും ഒരു പൊട്ട ട്രൈപ്പോഡാണെന്ന്. മുഴുവൻ ഒടിഞ്ഞ് ഞാൻ എന്നിട്ട് അഡ്ജസ്റ്റബിളിൽ വെച്ചേക്കണ ട്രൈപ്പോഡ് മുഴുവൻ. കണ്ട ഇതൊക്കെ ഒടിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവസ്ഥ ഉണ്ട് ബ്ലാക്ക്. എൻ്റെ ട്രൈപ്പോഡ് കണ്ടോ? യൂസ്ലെസ് ട്രൈപ്പോഡല്ല, ഉപയോഗിക്കാം. പക്ഷേ ഭയങ്കര പൊട്ടയാണ് പോയിരുന്നുള്ളൂ. 500 രൂപ എടുത്ത് മേടിച്ച സാധനമാണ്. ഇപ്പോൾ ഒന്നിനും കൊള്ളില്ലാത്ത സാധനമായി. ക്വാളിറ്റി ഉള്ള ട്രൈപ്പോഡ് ഈ ട്രൈപ്പോഡ് കമ്പനിക്ക് ഉണ്ടാക്കിക്കൂടെ? ഈ ചൈനയിലെ പൊട്ട കമ്പനികൾ ഉണ്ടാക്കി വന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.